സോ മക്കളെ, നമ്മൾ തുടങ്ങാൻ പോകുന്നത് അനലിറ്റിക് ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതാണ്. ഒരു ഫംഗ്ഷനാണ് എഫ് ഡബ്ല്യു ഈക്വൽ ടു എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. ആ പുള്ളിക്കാരൻ അനലിറ്റിക് ആവണമെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് അനലിറ്റിക് ആവുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. എപ്പോഴാണെന്നാ പറയണത്? ഇഫ് എഫ് ഇസ് ഡിഫറൻഷ്യബിൾ അറ്റ് സെഡ് നോട്ട് ആൻഡ് അറ്റ് എവറി പോയിന്റ് ഇൻ സം നൈബർഹുഡ് ഓഫ് സെഡ് നോട്ട്. സെഡ് നോട്ടിൻ്റെ ഏതൊരു നൈബർഹുഡ് കൺസിഡർ ചെയ്താലും ആ നൈബർഹുഡിൽ എല്ലാം എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ എന്തായിരിക്കണം എന്നാണ് പറയണത്? ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. അങ്ങനെ ഡിഫറൻഷ്യബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ അനലിറ്റിക് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അനലിറ്റിസിറ്റിയും ഡിഫറൻഷ്യബിലിറ്റിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ, ഡിഫറൻഷ്യബിലിറ്റി ആ ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണ് എന്ന് പറയുമ്പോൾ അനലിറ്റിസിറ്റി എന്ന് പറയുന്നത് കാണണമെങ്കിൽ ആ സെറ്റ് നോട്ട് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ മാത്രം പോരാ, ആ സെറ്റ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഡെൽറ്റ റേഡിയസിൽ ഞാനൊരു നൈബർഹുഡ് വരച്ചാൽ ആ ബാക്കിയുള്ള എല്ലാ പോയിന്റിലും എന്തായിരിക്കണം എന്നാണ് പറയണത്? ആ പുള്ളിക്കാരൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷൻ എന്തെന്ന് പറയാൻ പറ്റും? അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ ചോട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഡൊമെയിൻ ഡി എന്ന് പറയുന്നതിലേക്ക് എത്തിയാൽ, ഇഫ് ഇറ്റ് ഈസ് മെൻഷൻ ഫോർ എ ഡൊമെയിൻ ഡി, അങ്ങനെയാണെങ്കിൽ ആ ഡൊമെയിൻ ഡിയിലെ എല്ലാ പോയിന്റിലും എന്തായിരിക്കണം? ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ഇനി അവിടെ പറയുന്നുണ്ട് എന്താണ് ഒരു എൻറ്റയർ ഫംഗ്ഷൻ. എൻറ്റയർ ഫംഗ്ഷൻ, ഹോളോമോർഫിക് ഫംഗ്ഷൻ എന്നൊക്കെ മറ്റു പേരുകൾ നമ്മളവിടെ യൂസ് ചെയ്യാറുണ്ട്. എന്താണ് എൻറ്റയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എൻറ്റയർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എല്ലായിടത്തും എന്നാണ്, അല്ലേ? എല്ലാവിടെയും എന്നൊരർത്ഥമാണ് പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കോംപ്ലക്സ് പ്ലെയിനിൽ മൊത്തത്തിൽ എന്തായിരിക്കും? ആ പുള്ളിക്കാരൻ അനലിറ്റിക് ആയിരിക്കും, ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അതാണ് എൻറ്റയർ ഫംഗ്ഷൻ. എൻറ്റയർ ഫംഗ്ഷൻ എക്സാമ്പിളൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് നമ്മൾ പറയുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിളാണ് പോളിനോമിയൽ ഫംഗ്ഷൻ. പോളിനോമിയൽ ഫംഗ്ഷൻസ് എന്താണ്? എൻറ്റയർ ആണ് എന്നാണ് പറയാറ്. അപ്പോൾ ഇനി ഇഫ് ദർ എക്സിസ്റ്റ് സം പോയിന്റ്സ് വേർ ദ ഫംഗ്ഷൻ ഇസ് നോട്ട് അനലിറ്റിക് എന്ന് ചിന്തിക്കുക. ആ പോയിന്റുകളെ നമ്മൾ പറയുന്ന പേരാണ് സിംഗുലർ പോയിന്റുകൾ എന്നുള്ളത്. നമുക്ക് സിംഗുലർ പോയിന്റ് ഒക്കെ വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാൻ റെസിഡ്യൂലാണുള്ളത്. സെക്കൻഡ് തേർഡ് മൊഡ്യൂളിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ഇനി ഇവിടെ പറയണത് എന്താണെന്ന് നോക്കൂ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ദ നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ അനലിറ്റിസിറ്റി. അപ്പോൾ ഇതിലിവിടെ പറയണത് നെസസറി കണ്ടീഷൻ ഫോർ അനലിറ്റിസിറ്റി ആണ്, എപ്പോഴാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ വാചകം ഒന്ന് ശ്രദ്ധിക്കുക. എഫ് എന്ന് പറയണത് യു പ്ലസ് ഐ വി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിന്റ് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യു പ്ലസ് ഐ വി എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അയാൾ സെഡ് എന്ന് പറയുന്ന എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്ന പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണ് എന്ന് വിചാരിക്കുക. ഡിഫറൻഷ്യബിൾ ആണ് എങ്കിൽ ദെൻ അറ്റ് സെഡ്, അങ്ങനെയാണെങ്കിൽ ആ സെഡ് എന്ന് പറയുന്ന പോയിന്റിൽ ദ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് യു ആൻഡ് വി എക്സിസ്റ്റ് ആൻഡ് സാറ്റിസ്ഫൈസ് CR ഇക്വേഷൻസ്, കോഷി-റീമാൻ ഇക്വേഷൻ. എന്താ അവിടെ പറയണത്? അങ്ങനെയാണെങ്കിൽ സെഡ് എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് ആ പോയിന്റിൽ അറ്റ് സെഡിൽ യുവിൻ്റെയും വിൻ്റെയും ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവുകൾ എക്സിസ്റ്റ് ചെയ്യുകയും അത് എന്ത് സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യും എന്നാണ് പറയണത്? CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യുമെന്നാണ് പറയണത്. ആ CR ഇക്വേഷനാണ് അവിടെ താഴെ തന്നിരിക്കുന്നത്. ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ഡോ വി ബൈ ഡോ വൈ ആണെന്നും ഡോ യു ബൈ ഡോ വൈ എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് ഡോ വി ബൈ ഡോ എക്സ് ആണ് എന്നും പറയുന്നത്. എന്ന് വെച്ചാൽ ഇതെന്താ സാധനം? ഈ ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്ന ആളാരാ? യു എന്ന് പറയുന്ന പുള്ളിക്കാരനെ വിത്ത് റെസ്പെക്ട് ടു പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്തതാണ് ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത്. അത് എന്തിന് ഈക്വൽ ആണ്? വി എന്ന് പറയുന്ന പുള്ളിക്കാരനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്തതിന് ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒന്നും അല്ല കേട്ടോ, ഈക്വൽ ടു തന്നെയാണ്. യു എക്സ് ഈക്വൽ ടു വിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്തതിന് ഈക്വൽ ആണ്. ആൻഡ് ഇവിടെ എന്താ പറയണത്? യു എന്ന് പറയുന്ന പുള്ളിക്കാരനെ വിത്ത് റെസ്പെക്ട് ടു വൈ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്തത് നെഗറ്റീവ് ഓഫ് വി എന്ന് പറയുന്ന പുള്ളിക്കാരനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്തതിന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാന്നാ പറയണത്? ഡിഫറൻഷ്യബിൾ ആണ്. എവിടെ? അറ്റ് ദ പോയിന്റ് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്നാണ് പറയുന്നത്. ഇനി എന്താ പറയണേ നോക്കൂ. criterion for non-analyticity. If
the CR equations are not satisfied at every point set in a domain D, then the function f is not analytic എന്നാ പറയണേ. CR equation സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല ആ ഡൊമെയിൻ ഡിയിലെ എല്ലാ പോയിന്റുകളിലും CR equation സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം എന്നാ പറയണത്, ആ പുള്ളിക്കാരൻ അനലറ്റിക് ആവില്ല എന്ന് പറയാം എന്നാണ് പറയണത്. ദ ഫംഗ്ഷൻ വിൽ നോട്ട് ബി അനലിറ്റിക് cannot be അനലിറ്റിക് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻഷ്യബിൾ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് CR ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ അനലിറ്റിസിറ്റി എന്ന് പറയുന്നതിലേക്ക് എത്തുമ്പോഴേക്കും എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ട് അല്ലേ. ആ പ്രശ്നം എന്താണ് എന്നുള്ളത് ഈ തിയറം നമുക്ക് പറഞ്ഞു തരും. എന്താ അവിടെ പറയുന്നത്, സഫീഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ അനലിറ്റിസിറ്റി. എന്താണ് അവിടെ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ്, ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 4 പാർഷ്യൽ ഡെറിവേറ്റീവുകൾ കണ്ടിന്യൂസ് ആണ് എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് കൂടെ ആവണം. ആര്, യുവും വിയും കണ്ടിന്യൂസ് ആവണം, പാർഷ്യൽ ഡെറിവേറ്റീവുകൾ കണ്ടിന്യൂസ് ആവണം. ഇനി നേരത്തെ പറഞ്ഞ CR ഇക്വേഷനും കൂടെ കയറി വന്നാൽ എന്ത് സംഭവിക്കുന്നും കൂടെ നോക്കണ്ടേ. അതെന്താണെന്നും കൂടെയാണ് നമ്മുടെ ക്രൈറ്റീരിയൻ ഫോർ അനലിറ്റിസിറ്റിയിൽ പറയുന്നത്. അതും ചുരുക്കി ഒന്ന് പറയാം. ചുരുക്കി പറഞ്ഞിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്താ അവിടെ പറയണത്, എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന പുള്ളിക്ക ആരാ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത്, എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് യു പ്ലസ് ഐ വി എന്ന് പറയുന്ന ആളാണ്. നമുക്ക് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് യു പ്ലസ് ഐ വി എന്ന് പറയുന്നതിൽ യുവും വിയും എന്താണെന്നാ പറയണത്, റിയൽ ഫംഗ്ഷനുകളാണെങ്കിൽ, യുവും വിയും റിയൽ ഫംഗ്ഷനുകളാണെങ്കിൽ ഈ പുള്ളിക്കാരന്മാർ എന്തായിരിക്കും എന്നാ പറയണത്, റിയൽ ഫംഗ്ഷനുകളായതുകൊണ്ട് അവർ കണ്ടിന്യൂസ് ആയിരിക്കും എന്നാണ് പറയണത്. റിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈഫ് ദേ ഹാവ് കണ്ടിന്യൂസ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ യുവിൻ്റെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് യു എക്സ് യു വൈ, വിൻ്റെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവുകൾ ഒന്ന് വി എക്സും ഉണ്ട് വി വൈയും ഉണ്ട്. ഇവർ 4 പേരും കണ്ടിന്യൂസും കൂടെയാണ് എന്ന് വിചാരിക്കുക. ഇഫ് ദേ ആർ കണ്ടിന്യൂസ് ടു ആൻഡ് ഇഫ് ദേ സാറ്റിസ്ഫൈസ് CR ഇക്വേഷൻ, ഇഫ് ദേ സാറ്റിസ്ഫൈസ് CR ഇക്വേഷൻ, അവർ CR ഇക്വേഷൻ സാറ്റിസ്ഫൈ കൂടെ ചെയ്താൽ, CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ CR ഇക്വേഷൻ എന്തായിരുന്നു, യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്തത് വിനെ വിത്ത് റെസ്പെക്ട് ടു വൈന് ചെയ്തതിനോട് ഈക്വൽ ആവണം. യുവിനെ വിത്ത് റെസ്പെക്ട് ടു വൈ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്ത് വിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്തതിന് നെഗറ്റീവ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാമെന്നാ പറയണത്, എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ എന്തായിരിക്കും എന്നാ പറയണത്, അനലിറ്റിക് ആയിരിക്കും എന്നാണ് പറയണത്. എവിടെ, it is defined over the domain D. അതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. സപ്പോസ് the real functions u and v are continuous and have continuous first order partial derivatives in a domain D. If u and v satisfies Cauchy-Riemann equation at all points of D, then the complex function f of z is equal to u plus iv is analytic in D. അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരൻ എന്തായിരിക്കും എന്നാ പറയണത്, അനലിറ്റിക് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അവിടുത്തെ ഒരു പ്രോബ്ലമാണ്. പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.